1941 ജനിച്ച ഒരു ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. 1965 അദ്ദേഹം ഇന്ത്യയിലെത്തി ഒഡീഷയിലെ, പ്രത്യേകിച്ച് മയൂർഭഞ്ച് ജില്ലയിലെ ഗോത്രവർഗക്കാരെ സേവിക്കുന്നതിനായി തന്റെ ജീവിതത്തിന്റെ 3 പതിറ്റാണ്ടിലേറെ സമയം സമർപ്പിച്ചു. കുഷ്ഠരോഗികൾക്ക് ആരോഗ്യ സംരക്ഷണവും പിന്തുണയും നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അവർക്ക് അന്തസ്സും സ്നേഹവും വൈദ്യസഹായവും വാഗ്ദാനം ചെയ്തു. അദ്ദേഹം സേവിച്ച ആളുകൾ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ദൗത്യത്തെ സംശയത്തോടെ വീക്ഷിച്ച ചില ഗ്രൂപ്പുകളിൽ നിന്ന് ശത്രുത നേരിട്ടു. 1999 ജനുവരി 22 രാത്രിയിൽ ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ 2 മക്കളായ ഫിലിപ്പും തിമോത്തിയും ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ ക്യാമ്പിൽ പങ്കെടുത്തു. പരിപാടിക്ക് ശേഷം അവർ തങ്ങളുടെ വാഹനത്തിൽ രാത്രി തങ്ങി. ദാരാ സിംഗ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന ജനക്കൂട്ടം വാഹനം ആക്രമിച്ചു. അവർ അതിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഗ്രഹാമിനെയും മക്കളെയും അകത്തു കുടുക്കി. 3 പേരെയും ജീവനോടെ കത്തിച്ചു. ആക്രമണത്തിനിടെ ജനക്കൂട്ടം ക്രിസ്ത്യൻ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. സഹായമെത്തുമ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചതിനാൽ അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. ആക്രമണത്തിനു പിന്നിലെ പ്രചോദനത്തിന് കാരണം ഗ്രഹാം സ്റ്റെയിൻസ് ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്ന് ആൾക്കൂട്ടം ആരോപിച്ചു. എന്നിരുന്നാലും ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ സ്റ്റെയിൻസ് നിർബന്ധിതമോ വഞ്ചനാപരമോ ആയ രീതികൾ ഉപയോഗിച്ചതിന് തെളിവുകളൊന്നുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സേവിക്കുന്നതിനും തന്റെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്ത്യൻ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ചുറ്റിപ്പറ്റിയുള്ളത്. ദാരുണമായ കൊലപാതകം ഇന്ത്യയെയും ലോകത്തെയും ഞെട്ടിച്ചു. ഇത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും മതസമൂഹങ്ങളിൽ നിന്നും മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും വ്യാപകമായ രോഷത്തിനും അപലപത്തിനും കാരണമായി. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിലും മതപരമായ അസഹിഷ്ണുതയ്ക്കെതിരെ പോരാടുന്നതിലും പരാജയപ്പെട്ടതിന്റെ പേരിൽ ഇന്ത്യൻ സർക്കാർ വിമർശനം നേരിട്ടു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ദേശീയ ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മതത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സംഭവം വഴിവച്ചു. കേസിന്റെ അന്വേഷണ ചുമതല CBIക്ക് കൊടുത്തു. ദാരാ സിംഗ് ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലായി. 2003 കോടതി ദാരാ സിംഗിന് വധശിക്ഷയും മറ്റു 12 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. എന്നിരുന്നാലും 2011 ഒഡീഷ ഹൈക്കോടതി ദാരാ സിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ കുറ്റവാളിയാണെന്നതിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി. ഗ്രഹാമിന്റെ സഹധർമ്മിണി ഗ്ലാഡിസ് സ്റ്റെയിൻസ് ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി മാറി. ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെട്ടിട്ടും കൊലയാളികളോട് പരസ്യമായി ക്ഷമിച്ചു. കുഷ്ഠരോഗികളുമായി ഭർത്താവിന്റെ ജോലി തുടരാൻ അവർ ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. സ്നേഹവും അനുകമ്പയും പ്രചരിപ്പിക്കുന്നതിൽ അവർ വിശ്വസിച്ചു. അവരുടെ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തി. ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു, എന്നെ നയിക്കാനും ഗ്രഹാമിന്റെ ജോലി പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കാനും ക്രിസ്തുയേശു എപ്പോഴും എന്നോടൊപ്പമുണ്ട്. ഞാൻ കൊലയാളികളോട് ക്ഷമിച്ചു. എനിക്ക് കയ്പില്ല. കാരണം ക്ഷമ രോഗശാന്തി നൽകുന്നു. നമ്മുടെ ഭൂമിക്ക് വിദ്വേഷത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും സൗഖ്യം ആവശ്യമാണ്. 2005 ഗ്ലാഡിസ് സ്റ്റെയിൻസ് അവരുടെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്ക് ഈ സംഭവം ആഗോള ശ്രദ്ധയാകർഷിച്ചു. നിസ്വാർത്ഥതയും സ്നേഹവും ഉൾക്കൊണ്ട് സേവനജീവിതം നയിച്ച വ്യക്തിയായാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഓർമ്മിക്കപ്പെടുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൊലപാതകം ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അവശേഷിക്കുന്നു. അത് മതപരമായ അസഹിഷ്ണുതയുടെ അപകടങ്ങളെ ഉയർത്തിക്കാട്ടുകയും എല്ലാ സമുദായങ്ങളുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ അടിവരയിടുകയും ചെയ്തു. ഗ്രഹാമിന്റെയും ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെയും പാരമ്പര്യം ലോകമെമ്പാടുമുള്ള ആളുകളെ സമാധാനം, ക്ഷമ, മനുഷ്യരാശിക്കുള്ള സേവനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രചോദിപ്പിക്കുന്നു.